മോദിയെ വരെ തൂക്കിയെറിഞ്ഞാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയുടെ അധികാര കസേരയിൽ ഇരിക്കുന്നത്, അതും RSSന്റെ പിന്തുണയോടെ. എന്നാൽ മന്ത്രിമാരെ വരെ ചൊൽപ്പണിക്ക് നിർത്തുന്ന യോഗിക്കെതിരെ ഒരുപറ്റം ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങുകയാണ്. ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കാലതാമസം കൂടാതെ കിട്ടിയേ പറ്റൂ എന്ന ഉറച്ച തീരുമാനവുമായാണ് അവർ തെരുവിലിറങ്ങുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ യോഗിക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ്. അതുമാത്രമല്ല, 10 മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും യോഗിയുടെ തലയിലാണ്, അതും RSS നേരിട്ടേൽപ്പിച്ചത്. അവിടേക്കാണ് ഒന്നൊഴിയാതെ സമരക്കാരെത്തുന്നത്. എന്നാൽ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹൈക്കോടതിയാണ്. ഉത്തർപ്രദേശിലെ അസിസ്റ്റന്റ് അധ്യാപകരുടെ നിയമനത്തിൽ ക്രമക്കേട് നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് OBC വിഭാഗം ഉദ്യോഗാർത്ഥികൾ സമരവുമായി തെരുവിലിറങ്ങുന്നത്. റിക്രൂട്ട്മെന്റിനുള്ള തെറ്റായ സെലക്ഷൻ ലിസ്റ്റ് ഓഗസ്റ്റ് 13 അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിക്കൊണ്ട് 3 മാസത്തിനുള്ളിൽ പുതിയ ലിസ്റ്റ് പുറത്തിറക്കണമെന്ന സംസ്ഥാന സർക്കാരിനോട് ഉത്തരവിടുകയും ചെയ്തിരുന്നു. എങ്കിലും ഇതുവരെ നടപടികളൊന്നും നടന്നിരുന്നില്ല. അതായത് കഴിഞ്ഞ 4 വർഷമായി ഇതിനായി കനത്ത പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലെന്നതാണ് വാസ്തവം. 69,000 അസിസ്റ്റന്റ് ടീച്ചർമാരുടെ നിയമനത്തിനായി സർക്കാർ 2020 ജൂൺ 1-നും 2022 ജനുവരി 5 തീയതികളിൽ പുറപ്പെടുവിച്ച സെലക്ഷൻ ലിസ്റ്റുകളാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 13 അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കുകയും തിരഞ്ഞെടുത്ത പുതിയ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് 3 മാസത്തിനകം പുറത്തുവിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നത്. ഈ നിയമനം നടത്തുമ്പോൾ സംവരണ നയം നടപ്പാക്കിയതിൽ അപാകതയുണ്ടെന്ന ആരോപണത്തെ ശരിവെക്കുന്നതായിരുന്നു കോടതിയുടെ വിധി. OBC വിഭാഗക്കാർക്ക് ജനറൽ വിഭാഗത്തിന്റെ കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് നേടിയിട്ടും അവരെ ലിസ്റ്റിൽ പരിഗണിച്ചിരുന്നില്ല. പിന്നാലെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി മുന്നോട്ടെത്തി. പക്ഷേ അതിനൊന്നും തീർപ്പ് കണ്ടെത്താനാകാതെ യോഗി ഇഴഞ്ഞു നീങ്ങുകയാണ്.